بسم الله الرحمن الرحيم الحمد لله والصلاة والسلام على رسول الله وعلى آله وصحبه أجمعين أما بعد واغفر لنا وارحمنا ولوالدينا لمشايخنا لأساتذتنا لجميع المسلمين ولمصنف هذا الكتاب ولمحشيه وتقبل منا. തൈമത്തിന്റെ നിബന്ധനകളും തൈമുമായി ബന്ധപ്പെട്ട ചർച്ചയാണ് നമ്മൾ ചെയ്യുന്നത്. തൈമത്തിന്റെ ഷർത്തുകൾ 6 എന്ന് നമ്മൾ നേരത്തെ പറഞ്ഞു. ഒന്ന്, വെള്ളം ഉപയോഗിക്കാൻ അശക്തമാവുക. ആദ്യം നജസ് നീക്കുക തൈമം ചെയ്യുന്ന മുമ്പ്. രണ്ടാമത്തത് 3, കിബില ഏതാണെന്ന് ഗവേഷണം ചെയ്ത് കണ്ടെത്തുക. 4, സമയം കടന്നതിന് ശേഷം തൈമം ചെയ്യണം. 5, പൊടിയുള്ള ശുദ്ധിയുള്ള മണ്ണ് കൊണ്ടാവണം. 6, 2 അടി അടിക്കൊണ്ടാവണം. ഇനി അസ്ബാബ് തയമ്മുമി, അടുത്ത ഭാഗം. തയമ്മത്തിന് കാരണങ്ങൾ. തയമ്മം ചെയ്യണമെങ്കിൽ എന്ത് കാരണങ്ങൾ ഉണ്ടായാലും തയമ്മം ചെയ്യല്. നേരത്തെ പറഞ്ഞിരുന്നു, വെള്ളം അശക്തമായാൽ തയമ്മം ചെയ്യണം. വെള്ളം ഉപയോഗിക്കാൻ അശക്തനായാൽ. അതാ പറയുന്നത്, വെള്ളം ഉപയോഗിക്കാൻ അശക്തനായാലാണ്. വെള്ളം ഉപയോഗിക്കാൻ കഴിയുന്നില്ല. ഈ അശക്തമാവുക എന്നത് അശക്തത എന്നത് ലഹു അസ്ബാബൻ, അതിന് കുറെ കാരണങ്ങളുണ്ട്. അഹദുഹാവയിൽ 1, ഈ വെള്ളം ഇല്ലാതെയാവുക. വെള്ളമില്ല. വലൗ തയഖനഹു, വെള്ളം കിട്ടുമെന്ന് ഉറപ്പുണ്ടെങ്കിൽ. ആഖിറൽ വഖ്തി, സമയത്തിന്റെ അവസാനം. വെള്ള ടാങ്കി വരാണ്ട് വെള്ളം കിട്ടുമെന്ന് ഉറപ്പാണ്. നിസ്കാരം ഖളാന് മുമ്പ് സമയത്തിന്റെ അവസാന സമയത്ത് വെള്ളം കിട്ടും. അസറിന് മുമ്പ് കിട്ടും. നിസ്കരിക്കത്തിട്ടില്ല. ഏതായിരിക്കട്ടെ, ഇപ്പൊ വെള്ളമില്ല. കുറച്ച് കഴിഞ്ഞാൽ വെള്ളം വരും. എന്നാൽ വെള്ളത്തിന് കാത്തു നിൽക്കല് അഫ്ളലു, അതാണ് ശ്രേഷ്ഠത. വേണമെങ്കിൽ ഇപ്പൊ തന്നെ തേമം ചെയ്യാം, വെള്ളമില്ലല്ല. എന്നാലും അവസാനം കിട്ടുമെന്ന് ഉറപ്പുണ്ടെങ്കിൽ, ഉറപ്പാണ്, എന്നാലും കാത്തുക്കല നല്ലത്. തേമം ചെയ്യണമെങ്കിൽ ചെയ്ത് നിസ്കരിക്കും ചെയ്യാം. ഔലന്നഹു, വെള്ളം ലഭിക്കുമെന്ന് ഭാവനയുണ്ടെങ്കിൽ. ഉറപ്പില്ല. നേരത്തെ തയഖനഹു എന്നാണ്, വെള്ളം കിട്ടുന്ന ഉറപ്പാണ് അവസാനം. അല്ലെങ്കിൽ വെള്ളം കിട്ടും അവസാനം എന്നൊരു ഭാവനയുണ്ട്, ഉറപ്പില്ല. എന്നാൽ തയമ്മും വേഗം ചെയ്യൽ അഫ്ളലു, തഅ്ജീൽ വേഗം ചെയ്യൽ അഫ്ളലാണ്. ഇനി മറ്റൊരു മസാല. അപ്പൊ ചുരുക്കി പറഞ്ഞപ്പോ പറഞ്ഞത്, വെള്ളം ഇപ്പല്ല, സമയത്തിന് കഴിയുന്ന മുമ്പായിട്ട് വെള്ളം കിട്ടുന്ന ഉറപ്പുണ്ടെങ്കിൽ തയമ്മം ചെയ്ത് നിസ്കരിക്കാൻ ഏറ്റവും നല്ലത് വെള്ളത്തെ കാത്തു നിൽക്കല. വെള്ളം കിട്ടുന്ന അവസാന സമയം വെള്ളം കിട്ടുന്ന ഭാവനയുണ്ട്, ഉറപ്പില്ല. എന്നാൽ ഇപ്പോൾ തന്നെ തയമ്മം ചെയ്യലാഫ്ളല്. വലവചതമാൻ, വെള്ളത്തിന് എത്തിച്ചാല് ലാ യക്ഫീഹി, അവൻക്ക് മതിയാകാല്ല. വെള്ളമുണ്ട്, പക്ഷെ ഒളിർത്താൻ തയ്യില്ല. മുഖം കഴുകാനും, കൈ ഒരു വട്ടം കഴുകാനും, മുഖം ഒരു വട്ടം കഴുകാനും, തല തടവാനും, കാല് കഴുകാനും ആകെ ലേശം ഒരു ഗ്ലാസ് ഇല്ല. ഒരു അല്പ വെള്ളമുള്ളൂ. ഒലോ ചെയ്യാൻ തയ്യില്ല. മുഖം കഴുകാൻ വെള്ളത്തിൽ ഒരു വട്ടം സുന്നത്തൊക്കെ ഒഴിവാക്കിയിട്ട്, സുന്നത്തൊന്നും എടുക്കാതെ തന്നെ, പറള് മാത്രം എടുത്താൽ തന്നെ മുഖം കഴുകാനേ വെള്ളമുള്ളൂ. ഒരു വട്ടം മുഖം കഴുകാനേ വെള്ളമുള്ളൂ. വലോ വജദമാൻ, വെള്ളം എത്തിച്ചാലേ അവർക്ക് മതിയാകൂല. യജിബ് ഇസ്തിമാലുഹു, അത് ഉപയോഗിക്കൽ നിർബന്ധമാണ്. സുമ്മ തയമ്മുമു, പിന്നെ തയമ്മം ചെയ്യണം. ബാക്കില്ലാതായി, അപ്പൊ ആ ഉള്ള വെള്ളം ഉപയോഗിക്കൽ നിർബന്ധം. യജിബ് ഇസ്തിമാലുഹു, വെള്ളം ഉപയോഗിക്കൽ നിർബന്ധമാണ്. സുമ്മ തയമ്മുമു, പിന്നെ തയമ്മം ചെയ്യണം. ബാക്കില്ലാതായി, ബാക്കിയുള്ള അവയവത്തിന്. തേമയുടെ തേലി മുഖത്തും കൈമേലും തടവലാണ് തേമ എന്ന് പറയുന്നത്. ഒരു വട്ടം മുഖം തടവ, തീയത്തിച്ചിട്ട് ഒരു വട്ടം കൈയും തടവ. മുഖം ആ ഉള്ള വെള്ളം കൊണ്ട് ഉള്ള സ്ഥലത്ത് മുഖത്ത കഴുകി, ഒരു വട്ടം കഴുകി പിന്നെ തേമം ചെയ്യാം.
തീരെ വെള്ളമില്ലെങ്കിൽ തേമത്തിൽ തന്നെ മുഖത്തും കയ്യിലും ഒരു വട്ടം തടവുക. ഇവിടെ അല്പ വെള്ളം ഉണ്ടെങ്കിലും ആ വെള്ളം ഉപയോഗിക്കണം എന്ന് മാത്രം. വത്താനി തൈമത്തിന്റെ കാരണങ്ങൾ, വെള്ളം അശക്തനാകാനുള്ള കാരണങ്ങൾ അൽ-ഇഹ്തിയാജിലെ, ഒന്ന് വെള്ളമില്ല, രണ്ട് അൽ-ഇഹ്തിയാജിലെ വെള്ളത്തിലേക്ക് ആവശ്യമുള്ളതാണ്. വെള്ളം കണ്ടോടെ പക്ഷെ ആ വെള്ളം ആവശ്യമുള്ളതാണ്. ഇല്ലാത്തമിൻ ബഹുമാനമുള്ള ജീവികളുടെ ദാഹത്തിന് വേണ്ടി. അത് കുടിവെള്ളമാണ്, അത് അതിനുള്ള ആ വെള്ളം. ആ വെള്ളം തീർന്നാൽ കുടിക്കാൻ വരെ വെള്ളം ഉണ്ടാവില്ല. അപ്പൊ കൊതെടുത്താൽ വെള്ളം തീരാൻ സാധ്യതയുണ്ട്. വെള്ളം പിന്നീട് കുടിക്കാൻ വെള്ളം കിട്ടാതാവും. അൽ-ഇഹ്തിയാജിലെ വെള്ളത്തിലേക്ക് ആവശ്യമുണ്ടാവുക. അത്യശിമഹത്തറമിൻ ബഹുമാനമുള്ള ജീവികൾക്ക് കുടിക്കാൻ വേണ്ടി. വലവുക്കൽമൻ, അത് നായയാണെങ്കിലും ശരി, നായ വിട്ടു കുടിക്കാനാണെങ്കിലും നായക്ക് കുടിക്കാനാണെങ്കിലും ശരി. നായ ചിലപ്പം നല്ല, അപ്പൊ അവിടെ തേമം ചെയ്ത് നിസ്കരിക്കാം. ചിലപ്പോ വേട്ടജീവികളോ വേട്ടയാടുന്ന നായയൊക്കെ ആണെങ്കിൽ അതുപോലെ അവന്റെ കൂടെയുള്ള മൃഗങ്ങൾക്ക്, അല്ലെങ്കിൽ അവൻക്ക് തന്നെ, അല്ലെങ്കിൽ അവന്റെ കൂടെയുള്ള ആളുകൾക്ക്, നായയാണെങ്കിലും ശരി. അപ്പൊ കുടിവെള്ളം എടുത്തിട്ട് എന്താക്കണ്ട, കൊതെടുത്താല് പിന്നെ കുടിവെള്ളം ഇല്ലാതെയാകും, കുടിക്കാൻ വെള്ളം കിട്ടൂല. അപ്പൊ നായയെ വരെ നമ്മൾ എന്താക്കണം, ജീവൻ സംരക്ഷിക്കണം എന്നർത്ഥം. ആ നജസാണിച്ച് എടുത്തെറിയണമെന്നൊന്നും ആരും പറഞ്ഞിട്ടില്ല. പിന്നെ തൊട്ടാ കഴുകണം, അത് വേറെ വിഷയം. നായക്ക് വെള്ളം കൊടുത്താൽ സ്വർഗത്തിൽ കടക്കുമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞിട്ടുണ്ടല്ലോ. അപ്പോ ദാഹവെള്ളം കുടിവെള്ളം ആണ്. അത് ഉപയോഗിച്ചാല് വെള്ളത്തിന് ഉപയോഗിച്ച കുടിക്കാൻ വെള്ളം ഉണ്ടാവില്ല എങ്കിൽ ആ വെള്ളം ഉപയോഗിക്കണ്ട, ക്രമം ചെയ്യാം. അപ്പൊ രണ്ടാമത്തെ കാരണം അതാണ്, വെള്ളം ആവശ്യമുള്ളതാണ് കുടിക്കാൻ. അസ്സാലിസു, മൂന്നാമത്തെ കാരണം ഖൗഫ് മഹദൂരിൻ, ഭയം, അപകടം ഭയക്കുക. ഖൗഫ് പേടിക്കുക, മഹദൂരിൻ അപകടം പേടിക്കുക. മിൻ ഇസ്തിമാലിഹി, വെള്ളം ഉപയോഗിച്ചാൽ അപകടം വരും. എന്തൊക്കെ അപകടം? വെള്ളമൊക്കെ ഉണ്ട്, പക്ഷെ മുറിവുണ്ട് കൈമല് കാലുമല്. വെള്ളം ഉപയോഗിച്ചാൽ അപകടം ഉണ്ടാകും, മുറിവ് ഉണങ്ങൂല. കത്തലിഫ് നഫ്സിൻ, ഒന്നിരിക്ക ശരീരം നശിക്കും, ജീവൻ പോകും. ഔ അളവിൻ, അല്ലെങ്കിൽ ഒരു അവയവം നശിക്കും. കൈമല് വെള്ളം ഉപയോഗിച്ചാൽ ആ മുറിവ് കൂടിയിട്ട് പിന്നെ കൈ മുറിക്കേണ്ടി വരും, അവയവം തന്നെ നശിച്ചു പോകും. കത്തലിഫ് നഫ്സിൻ, ശരീരം നശിക്കും. ഔ ഉദവിൻ, അവയവം നശിക്കും. ഔ മൻഫാഅത്തിഹി, അല്ലെങ്കിൽ ഉപകാരം നശിക്കും, അവയവത്തിന്റെ ഉപകാരം. അവയവം ഒന്നായിട്ട് നശിക്കുകയെങ്കിൽ കഴിഞ്ഞു പോകും വെള്ളം എടുത്താൽ, വെള്ളം ഉപയോഗിച്ചാൽ. അങ്ങനെ വെള്ളം തുടരുതാണ്. ഔ ഹുദൂസ് മറദ്, അല്ലെങ്കിൽ രോഗം പുതുതാകും, വെള്ളം ഉപയോഗിച്ചാൽ രോഗം പുതുതാകും. ഔ സിയാദത്തിഹി, അല്ലെങ്കിൽ രോഗം വർദ്ധിക്കും. രോഗം വർദ്ധിക്കും. ഔ ബുദ്ധിബുർഇൻ, അല്ലെങ്കിൽ മാറൽ പിന്തും. രോഗം വർദ്ധിക്കും എന്ന് പറഞ്ഞാല് ഉള്ള രോഗം കൂടും. മാറൽ പിന്തെന്ന് പറഞ്ഞാല് വെള്ളം അതിനെ തട്ടിയാല് ഇന്ന് മാറണ്ടെങ്കിൽ നാളെ മാറും. രോഗം കൂടല്ല, മാറൽ പിന്തും, സുഖപ്പെടൽ പിന്തും. ഔ ബുദ്ധിബുർഇൻ, ഇന്ന് മാറണ്ടെങ്കിൽ നാളെ മാറുള്ളൂ, വെള്ളം തട്ടിച്ചു കൊണ്ടുവന്നാൽ. നാട്ടിച്ചണ്ട, തേമം ചെയ്യാം. ഔ ശൈനി ഫാഹിഷിൻ, അല്ലെങ്കിൽ ചീത്ത കല വരും, ചീത്ത കല ഉണ്ടാവും. ഒന്നുവേദാഹിരി, പ്രത്യക്ഷ ആളുകൾ കാണുന്ന മുഖത്തോ കയ്യിന്റെ മുട്ടിന്റെ താഴെപ്പുറത്ത് എവിടെയെങ്കിലൊക്കെ ചീത്ത കല വരും, ആളുകൾ കാണുന്നിടത്ത്. ഉള്ളിലെവിടെയെങ്കിലും കല വരും വെച്ചാൽ അപ്പോഴല്ല, പുറത്ത് ആളുകൾ കാണുന്നിടത്ത് ഒന്നുവേദാഹിരി, പ്രത്യക്ഷ അവയവം. ഇതൊക്കെയാണ് തേമം ചെയ്യാനുള്ള കാരണങ്ങൾ. എത്ര കാരണം പറഞ്ഞത്? അശക്തനാവാനുള്ള കാരണം 3 കാരണം പറഞ്ഞു. അതില് മൂന്നാമത്തെ നമുക്ക് കൂടുതൽ ശ്രദ്ധിക്കാം. പലപ്പോഴും നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന കാരണങ്ങൾ, മുറി വർദ്ധിക്കുക, മാറാതിരിക്കുക,
സാവകാശം മാറുക, അങ്ങനെയുള്ള കാരണങ്ങൾ. ഇതാണ് തയമ്മം ചെയ്യാനുള്ള കാരണങ്ങളായി മനസ്സിലാക്കേണ്ടത് എന്ന് ഓർമ്മപ്പെടുത്തുന്നു. ഇനി തയമ്മത്തിന്റെ രൂപങ്ങളും ഫർളുകളും സുന്നത്തുകളൊക്കെ ഉണ്ട്, അത് പിന്നെ പറയും.